ഹായ് എവറി വൺ, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബോർഡ് അക്കൗണ്ടൻസിക്ക് വരുന്ന പ്രധാന ടോപ്പിക്സ് ആണ് ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത്. അക്കൗണ്ട്സിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ ആ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ അക്കൗണ്ട്സിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാർട്ട്ണറെ ബിസിനസ്സിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കറിയാം നമ്മളുടെ ബിസിനസ് പല ടൈപ്പ് ഉണ്ട്. ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, സോൾ പ്രൊപ്രൈറ്റർ ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഉണ്ട്. അങ്ങനെ ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ബിസിനസ് പല ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ നമ്മൾ ഫേം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. +1 എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അവിടെ മിനിമം 2 പേഴ്സൺസ് ഉണ്ടാവും. 2 or more പേഴ്സൺസ് ചേരുമ്പോഴാണ് ഓണർഷിപ്പ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ എന്താവുന്നത്, പാർട്ട്ണർഷിപ്പ് ആകുന്നത് ആ ബിസിനസ്. അപ്പോൾ ആ ബിസിനസ്സിലോട്ട് ഓൾറെഡി ഉള്ള ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ഓൾറെഡി ഉള്ള 2 പാർട്ട്നേഴ്സ്, ആ പാർട്ട്ണറിന്റെ പേര് എന്നും കൊടുക്കാം, നമുക്ക് ബിന്നും കൊടുക്കാം. അങ്ങനെ ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിന്റെ കയ്യിലോട്ട് അവർക്ക് ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ, ഫണ്ടിന് ആവശ്യം വരിക എന്ന് പറയുമ്പോൾ അത് ബിസിനസ് റിനോവേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേസിൽ അവർക്ക് ഫണ്ടിന് ആവശ്യം വന്നു. അങ്ങനെ ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ അവര് ഒരു മാൻ പവറും കൂടി വേണമെന്ന് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു, ആ ബിസിനസ്സിലോട്ട് അവരുടെ ഒരു കോമൺ ഫ്രണ്ടായ സീനെ ഇൻവൈറ്റ് ചെയ്തു പാർട്ട്ണറായിട്ട്. അങ്ങനെ സിയു ആയിട്ട് അവര് ഡിസ്കസ് ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് സാറ്റിസ്ഫൈ ചെയ്ത് അവരെന്ത് ചെയ്തു, സീന പാർട്ട്ണർ ആക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ സീന പാർട്ട്ണർ ആക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണറെ ബിസിനസ്സിലോട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ പാർട്ട്ണർ ബിസിനസിന്റെ ഓണറാണ് നാളെ തുടങ്ങി ആകുന്നത്. അപ്പൊ ആ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് 2 കാര്യങ്ങളുമായിട്ടാണ് വരേണ്ടത്. ഒന്ന് ക്യാപിറ്റലായി കൊണ്ടുവരണം, 2 ആ പാർട്ട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരണം. ഇതാണ് ഞാൻ ഷോർട്ടാക്കി പറയുന്നത്. അതായത് ഒരു പുതിയ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് വരുമ്പോൾ 2 കാര്യങ്ങളുമായിട്ടാണ് വരേണ്ടത്. എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന് ക്യാപിറ്റൽ കൊണ്ടുവരിക, 2 ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരിക. ഈ 2 കാര്യങ്ങളുമായിട്ടാണ് ബിസിനസ്സിലോട്ട് പാർട്ട്ണർ വരേണ്ടത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് പാർട്ട്ണർ ബിസിനസ്സിലോട്ട് ഈ 2 കാര്യങ്ങൾ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ട്ണർ നാളെ തുടങ്ങിയ ബിസിനസിന്റെ ഒരു ഓണറായി മാറും. അപ്പൊ ഒരു ന്യൂ പാർട്ട്ണർക്ക് ബിസിനസ്സിലുള്ള മെയിൻ 2 റൈറ്റ്സ് ആണ്: റൈറ്റ് ടു ഷെയർ അസറ്റ്സ് ഓഫ് ദ ഫേം ആൻഡ് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഫേം. ഒരു പാർട്ട്ണർക്ക് ബിസിനസ്സിലോട്ട് വേണ്ട 2 മെയിൻ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റൈറ്റ് ടു ഷെയർ അസറ്റ്സ് ഓഫ് ദ ഫേം ആൻഡ് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം. ഈ 2 മെയിൻ റൈറ്റ്സ് ആണ് ഒരു പാർട്ട്ണർക്ക് ബിസിനസ്സിലുള്ളത്. അപ്പോൾ അഡ്മിഷനില് നമ്മൾ എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റാ ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പുതിയ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അയാൾ കൊണ്ടുവരേണ്ട. നെക്സ്റ്റ് അയാൾ കൊണ്ടുവരേണ്ട ഗുഡ് വിൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യണം. കാരണം നാളെ തുടങ്ങിയ പാർട്ട്ണർ നമ്മളുടെ ബിസിനസിന്റെ പുതിയൊരു ഓണറായി മാറാണ്, ബിസിനസ്സിൽ നമ്മളുടെ ഒരു ഓണറായി മാറുവാണ്. അപ്പൊ നമ്മളുടെ അസറ്റ്സ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇന്ന് വരെ നമ്മൾ 2 ആക്കി ഡിവൈഡ് ചെയ്തത് നാളെ തുടങ്ങി നമ്മൾ 3 ആക്കിയാണ് ഡിവൈഡ് ചെയ്യണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ, അസറ്റ്സിന്റെ ലയബിലിറ്റിയുടെയും മാർക്കറ്റ് വാല്യൂ കണ്ട് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കിയിട്ട് അത് ഓൾഡ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് നാളെ പുതിയൊരു ബാലൻസ് ഷീറ്റിലാണ് ന്യൂ പാർട്ട്ണറെ വെച്ചിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ സി എന്ന് പറയുന്ന പാർട്ട്ണറെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുമ്പോൾ അയാൾ വെറുതെ അയാളുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. എന്ത് വേണം? അയാൾക്കൊരു റിട്ടേൺ വേണം. അപ്പൊ ഇയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് എത്രയാണെന്നുള്ളത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ന്യൂ പാർട്ട്ണറുമായിട്ട്. അതാണ് calculation of new profit sharing ratio. Then calculation of sacrificing ratio. ഈ sacrificing ratio എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താ, ഒരു 15,000 ആണ് ഒരു പ്രോഫിറ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എയും ബിയും ആണ് അവര് പാർട്ട്നേഴ്സ് ആയിരുന്നപ്പോ അവര് ഷെയർ ചെയ്തത് എങ്ങനെയാ? ഈക്വൽ ആണ് അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് വിചാരിക്കാം. എയുടെയും ബിയുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ്. അപ്പൊ ഒരു 15,000 പ്രോഫിറ്റ് കിട്ടി. എയും ബിയും മാത്രമുള്ളെങ്കിൽ അവർ ഈക്വലി ഷെയർ ചെയ്യുമ്പോൾ എത്ര വെച്ചിട്ട് കിട്ടും? 7,500 വെച്ചിട്ട് എക്കും ബിക്കും കിട്ടും. ഓക്കെ, ഇനി സി വന്നു ബിസിനസ്സിലോട്ട് സി വന്നപ്പോ സിക്കും ഈക്വലി തന്നെയാണ്. 1/3 ആണ് ഓഫർ ചെയ്ത ഷെയർ, ഈക്വൽ തന്നെയാണ്. അപ്പോഴും പ്രോഫിറ്റ് 15,000 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്കും ബിക്കും എത്ര കിട്ടുള്ളൂ? 5,000 കിട്ടുള്ളൂ. അപ്പോ സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ വന്നത് മൂലം എയും ബിയും അവിടെ എന്താ ചെയ്തിരുന്നത്? പ്രോഫിറ്റ് ഷെയറിംഗിൽ അവിടെ സാക്രിഫൈസ് ആ ചെയ്തിരുന്നത്. എത്രയാ? 7,500 കിട്ടേണ്ട സ്ഥാനത്ത് അവർക്ക് എത്ര കിട്ടിയ? 5,000. അപ്പോ ഈ എനെയും ബിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ, അവരൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സി കൂടെ എന്തും കൊണ്ടുവന്നെ. ഞാൻ പറഞ്ഞു ബിസിനസ്സിലോട്ട് പുതിയ പാർട്ട്ണർ വരുമ്പോൾ 2 സാധനങ്ങൾ കൊണ്ടുവരണം. ഒന്ന് ക്യാപിറ്റലും ഒന്ന് ഷെയർ ഓഫ് ഗുഡ് വില്ലും. അപ്പോ എനെയും ബിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സി എന്ത് കൊണ്ടുവരും? സിയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ട് ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും? എക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും? സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിനാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണേ. അപ്പൊ ആരൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ആ റേഷ്യോയില് ഈ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗുഡ് വില്ല്. ഞാൻ പറഞ്ഞു ഷെയർ ഓഫ് ഗുഡ് വില്ല് കൊണ്ടുവന്നെങ്കിൽ ഗുഡ് വില്ലിന്റെ എമൗണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് റിസർവ്സ് ആൻഡ് അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, തൊട്ടു മുന്നേ പറഞ്ഞു, നാളെ തുടങ്ങി പുതിയൊരു അക്കൗണ്ട് ആണ് ഫോം ചെയ്യുന്നത് സീന് അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഇത്രയും നാളത്തെ റിസർവ്സും ലോസും പ്രോഫിറ്റ്സും ലോസും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോയില് ഓൾഡ് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് നാളെ ന്യൂ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് റിസർവ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് അക്കൗണ്ട്സിലാ നമ്മൾ ചെയ്യുന്നത് 3 ഇമ്പോർട്ടന്റ് അക്കൗണ്ട്സ് ആണ് ചെയ്യുന്നത്. ഒന്ന് റീവാലുവേഷൻ അക്കൗണ്ട്, പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. ഈ 3 അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലൂടെയാണ് നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാ ചെയ്യണേന്നും അതിന്റെ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ട് ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യണേ? ഡിക്രീസ് ഇൻ അസറ്റും ഇൻക്രീസ് ഇൻ ലയബിലിറ്റിയും അൺറെക്കോർഡഡ് ലയബിലിറ്റിയും, ഈ 3 കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാ വരിക? ഇൻക്രീസ് ഇൻ അസറ്റും ഡിക്രീസ് ഇൻ ലയബിലിറ്റിയും അൺറെക്കോർഡഡ് അസറ്റും. ഇതാണ് ക്രെഡിറ്റ് സൈഡിൽ വരാം. ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. അപ്പൊ ഈ ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഇതെല്ലാവരും ബൈ ഹാർട്ട് ചെയ്യണം. നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ പാർട്ട്നേഴ്സ് ആരൊക്കെ? സ്വദേശും സ്വരാജും. പ്രോഫിറ്റ് ഷെയർ ചെയ്യണത് എങ്ങനെയാ? ഈക്വലി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറയാം ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത്, ഓൾഡ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ 1:1 ആണ് ഈക്വലി എന്ന് പറയുമ്പോൾ. എന്നിട്ട് അവർ ആരെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്? സംഭവിനെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒരു പാർട്ട്ണർ ബിസിനസ്സിലോട്ട് വരുമ്പോൾ 2 കാര്യങ്ങൾ കൊണ്ടുവരണം. ഒന്ന് അയാളുടെ ക്യാപിറ്റലും ഷെയർ ഓഫ് ഗുഡ് വില്ലും. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്ന നമ്മൾ ആദ്യം തന്നെ നോക്കണം. അഡ്മിഷൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ.
ഇങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഓഫർ ചെയ്ത ഷെയർ 1/5 ഷെയർ ആണ് പറഞ്ഞു. ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ക്യാപിറ്റല് അയാളുടെ ക്യാപിറ്റൽ എത്ര? 20,000 ഷെയർ ഓഫ് ഗുഡ് വില് 5,000. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്, റീവാലുവേഷനിലല്ല. അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ നമുക്ക് നോക്കണ്ട, നമുക്ക് റീവാലുവേഷനിൽ എഴുതുന്നത് നോക്കാം. അപ്പൊ റീവാലുവേഷൻ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അസറ്റ്സിനും ലയബിലിറ്റീസിനും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ താഴെ ഈ അഡീഷണൽ ഇൻഫോർമേഷനിൽ പറയും. ഈ അഡീഷണൽ ഇൻഫോർമേഷനിൽ പറയുന്ന അസറ്റ്സും ലയബിലിറ്റീസും ആണ് നമ്മൾ എവിടെ എഴുതേണ്ട? റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടത്. അത് എഴുതേണ്ട എമൗണ്ട് വേരിയേഷൻ എമൗണ്ട് ആണ്. അതായത് ഇൻക്രീസും ആവാം ഡിക്രീസും ആവാം. അപ്പൊ ഇൻക്രീസ് എത്രയാണോ അല്ലെങ്കിൽ ഡിക്രീസ് എത്രയാണോ ആ എമൗണ്ട് ആണ് റീവാലുവേഷനിൽ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. ഫസ്റ്റ് ഇവിടെ എന്താ പറയുന്നത്? സെക്കൻഡ് പോയിന്റും ഗുഡ് വില്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് നമുക്ക് ഇവിടെ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മതി. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ബ്രോട്ട് അപ് ടു 5% എന്നാ പറയണേ. ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ടിന്റെ 5% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഇവിടെ എത്രയാണെന്ന് നോക്കാം. 20,000. അപ്പൊ 20,000ന്റെ 5% എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് 20,000 ആണ്. അതിന്റെ 5% എന്ന് പറയുന്നത് 1,000 ആണ്. ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ 500 പ്രൊവിഷൻ ഉണ്ട്. അത് മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് 500 ആണ് റീവാലുവേഷനിൽ എഴുതേണ്ടത്. അത് പ്രൊവിഷൻ ഇൻക്രീസിങ് ലയബിലിറ്റി ആണ്. അപ്പൊ ഡെബിറ്റിലാണ് എഴുതേണ്ടത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 500. നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? മെഷീനറി ബി റിഡ്യൂസ്ഡ് ബൈ 2,000. മെഷീനറിയുടെ വാല്യൂ 2,000 കുറഞ്ഞു. അപ്പൊ മെഷീനറി എന്ന് പറയുന്നത് അസറ്റ് ആണ്. അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതണ്ടേ. എത്ര എമൗണ്ട് എഴുതണ്ടേ? 2,000 ആണ് എഴുതണ്ടേ. നെക്സ്റ്റ് ഫേർണിച്ചർ ബൈ 12.5%. ഫേർണിച്ചറിന്റെ വാല്യൂ 12.5% കുറഞ്ഞു. അപ്പൊ ഫേർണിച്ചർ 10,000. 10,000 12.5 അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡില് 1,250. ഓക്കെ. ഇനി സ്റ്റോക്ക് ബി റീവാല്യൂഡ് അറ്റ് 23. നേരത്തെ ക്വസ്റ്റ്യനിൽ നേരത്തെ നമ്മൾ ഡെപ്റ്റേഴ്സിന് 2 കണ്ടു, മെഷീനറിക്ക് ബൈ കണ്ടു, ഫേർണിച്ചറിനും ബൈ കണ്ടു, ഇപ്പൊ അറ്റ് കണ്ടു. റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് റീവാലുവേഷൻ അക്കൗണ്ടിൽ വേരിയേഷൻ ആണ് എടുക്കുന്നത്. അതായത് നമുക്കൊരു നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് വാല്യൂ ഉണ്ട്, ന്യൂ വാല്യൂ ഉണ്ട്, ഇത് തമ്മിലുള്ള വേരിയേഷൻ ഉണ്ട്. ഇൻക്രീസ് ആവാം ഡിക്രീസ് ആവാം. ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലെ എമൗണ്ടിനെയാണ് ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ 2ഉം അറ്റും കണ്ടു കഴിഞ്ഞാൽ അത് ന്യൂ വാല്യൂ ആണ്. 2 അറ്റും കണ്ടു കഴിഞ്ഞാൽ അത് ന്യൂ വാല്യൂ ആണ്. അപ്പൊ ഓൾഡും ന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയണം? വേരിയേഷൻ എന്ന് പറയണം. അപ്പൊ 2ഉം അറ്റും കണ്ടു കഴിഞ്ഞാൽ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് റീവാലുവേഷനിൽ എടുക്കേണ്ടത്. ബൈ കണ്ടു കഴിഞ്ഞാൽ ആ എമൗണ്ട് ആണ് റീവാലുവേഷനിൽ എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വാല്യൂ 23. അപ്പൊ പഴയ വാല്യൂ സ്റ്റോക്കിന്റെ എത്ര? 20. അപ്പൊ സ്റ്റോക്കിന്റെ വാല്യൂ ഇൻക്രീസ് ആയി. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻക്രീസ് ചെയ്ത എമൗണ്ട് 3,000. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീസിയേറ്റഡ് ബൈ 20%. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി. എത്ര കൂടി? 20% കൂടി. അപ്പൊ അസറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. 20% കാണുക 73,500ന്റെ. $14,700. Then investment 2,000 do not appear in the books to be recorded. Investment do not appear എന്ന് പറഞ്ഞാൽ unrecorded investment ആണ്. Unrecorded investment credit side 2,000. പ്രീപെയ്ഡ് ഇൻഷുറൻസ് 5,000. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ
അസറ്റ് ആണ്. ഇൻക്രീസ് ഇൻ അസറ്റ് എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എഴുതാം. 5,000. Then a bill of 5,000 for electricity was not account. ഇലക്ട്രിസിറ്റിയുടെ ബിൽ അക്കൗണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണ്. അൺറെക്കോർഡഡ് ലയബിലിറ്റി നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ് ബിൽ 5,000. ഓക്കെ, എല്ലാ ഐറ്റവും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് നമുക്ക് ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് ഗ്രേറ്റർ എമൗണ്ട് വരുന്നത് 24,700. അത് രണ്ട് സ്ഥലത്തും എഴുതി ബാലൻസ് ചെയ്ത് വന്നപ്പോൾ ഡെബിറ്റ് സൈഡ് ലെസർ എമൗണ്ട് വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് കോൾ ചെയ്യാം. ഇവിടെയാണെങ്കിൽ ലെസർ വന്നെങ്കിൽ നമുക്ക് ലോസ് എന്നാണ് പറയേണ്ടത്. അപ്പൊ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു എന്ന് പറഞ്ഞിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിനാണ് ആ പ്രോഫിറ്റ് കൊടുക്കണേ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബാലൻസ് എമൗണ്ട് ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും തമ്മിലുള്ള അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 15,950 ആണ്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന റേഷ്യോ 1:1 ആണ്. അപ്പോൾ സ്വദേശിന് കിട്ടുക 15,950 ഇൻറ്റു 1 ആദ്യത്തെ ആളുടെ 1/1 + 1 2 വരും. അങ്ങനെ സ്വദേശിന് 7,975, സ്വരാജിനും 7,975 വരും. ഓക്കെ, ഇങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോമാറ്റ്. നമ്മളുടെ ഓൾഡ് പാർട്ട്നേഴ്സ് 2 പേരുണ്ട്, ന്യൂ പാർട്ട്ണർ പുതിയ ഒരാളും കൂടി. അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് 3 പേരുടെ എമൗണ്ട് കോളമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട്ണർ എപ്പോഴും ഫസ്റ്റ് കോളം ആയിരിക്കണം, സെക്കൻഡ് പാർട്ട്ണർക്ക് സെക്കൻഡ് കോളം, ന്യൂ പാർട്ട്ണർക്ക് ലാസ്റ്റ് കോളം ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് എഴുതുകയാണ്. ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതണേന്ന് നോക്കാം. നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് എഴുതുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് സ്വദേശിന്റെയും സ്വരാജിന്റെയും ആണ് എഴുതേണ്ടത്. അത് ലൈബിലിറ്റിയിലാണ് ഇറക്കണേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ വരും. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ സ്വദേശിന്റെ 60,000, സ്വരാജിന്റെ 40,000. ഇപ്പൊ ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിൽ റിസർവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. റിസർവ്സ് എന്ന് പറയുന്നത് ജനറൽ റിസർവ്, പി&എൽ അക്കൗണ്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻസ്. ഈ 4 റിസർവ്സുകൾ ഉണ്ടെങ്കിൽ ആ റിസർവ്സുകൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടില് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ ലൈബിലിറ്റിയിലെ റിസർവ്സ് ഏതൊക്കെയാണ്? ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്. ഇത്രയും റിസർവ്സ് ഉണ്ടെങ്കിൽ ലൈബിലിറ്റി സൈഡിൽ ഇത്രയും റിസർവ്സ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഏത് സൈഡ്? ക്രെഡിറ്റ് സൈഡ്. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ. അപ്പൊ ഈ ക്വസ്റ്റ്യനില് അങ്ങനത്തെ റിസർവ്സ് ഒന്നുമില്ല ലൈബിലിറ്റീസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ കുറച്ച് അക്കൗണ്ട്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് വിൽ, പിന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരും. ലോസ് ആണെങ്കിൽ ഫേം ലോസിലാണെങ്കിൽ അത് വരും. പിന്നെ അഡ്വർടൈസ്മെന്റ് സസ്പെൻഡിച്ചർ, അഡ്വർടൈസ്മെന്റ് സസ്പെൻസ്, അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇത്രയും ആണെങ്കിലും അതെങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് സൈഡ്? ഡെബിറ്റ് സൈഡ്. ഏത് സൈഡ്? ഡെബിറ്റ് സൈഡ്. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ. ഓക്കെ, അതുമില്ല, ഗുഡ് വിൽ ഇല്ല,
അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല. ഇനി ബാലൻസ് ഷീറ്റിലുള്ള ഗുഡ് വില് വേറെയാണ്, അഡീഷണൽ ഇൻഫോർമേഷനിൽ തന്നിരിക്കുന്ന ഗുഡ് വില്ലും വേറെയാണ്. രണ്ടും ഒരു ഗുഡ് വിൽ അല്ല, രണ്ടും രണ്ട് ഗുഡ് വില്ലാണ്. ബാലൻസ് ഷീറ്റിലെ ഗുഡ് വില്ലിനെ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ എന്ന് പറയും, അഡീഷണൽ ഇൻഫോർമേഷനിലെ ഗുഡ് വില്ലിന് ന്യൂ പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയും. രണ്ടും രണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ ട്രാൻസ്ഫർ ചെയ്യുക ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഇവിടെ എവിടെ വന്നേക്കണേ, ഡെബിറ്റ് സൈഡ് ആണ് വന്നേക്കണം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡ് വരും. നമുക്ക് എഴുതാം ബൈ റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് 7975. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ആദ്യത്തെ ഓപ്പണിംഗ് ബാലൻസ്, റിസർവ്സിന്റെ കാര്യം, റീവാലുവേഷൻ, ഇതൊക്കെ അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്തിൽ കോമൺ സ്റ്റെപ്പാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് അഡ്മിഷനിലോട്ട് വരുമ്പോൾ പുതിയ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ പറഞ്ഞു, ക്യാപിറ്റലും ഷെയർ ഓഫ് ഗുഡ് വില്ലും. അതാണ് നമ്മൾ ഇനി റെക്കോർഡ് ചെയ്യാൻ പോണേ. അപ്പൊ ക്യാപിറ്റൽ ഇവിടെ എത്രയാ പറയണേ, 20,000. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ന്യൂ പാർട്ട്ണറിന്റെ കോളത്തിലാണ് റെക്കോർഡ് ചെയ്യണേ. അതുപോലെ തന്നെ അയാൾ കൊണ്ടുവന്ന ഗുഡ് വില്ലും പ്രീമിയം ഓഫ് ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് സാക്രിഫൈസിങ് റേഷ്യോയില് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഈ ക്വസ്റ്റ്യനില് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. സാക്രിഫൈസിങ് റേഷ്യോന്റെ ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോന്റെ ഇക്വേഷൻ എന്താണ്, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, പക്ഷെ ന്യൂ റേഷ്യോനെ കുറിച്ചിട്ട് ഒരു ഹിന്റും ഇല്ല. അങ്ങനെ ഓൾഡ് റേഷ്യോ തരികയും ന്യൂ റേഷ്യോനെ കുറിച്ച് ഹിന്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ കേസിൽ ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്തായി മാറും, സാക്രിഫൈസിങ് റേഷ്യോ. അതെന്താ, 1:1 ആണ്. ഓക്കെ, എപ്പോഴാണ് ഓൾഡ് റേഷ്യോ തന്നെ സാക്രിഫൈസിങ് റേഷ്യോ ആവുന്നത്, ക്വസ്റ്റ്യനിലെ ന്യൂ റേഷ്യോനെ കുറിച്ചിട്ട് ഹിന്റ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ വഴി പോകാൻ പറ്റില്ല. അപ്പോൾ ഓൾഡ് റേഷ്യോ തന്നെ എന്തായി മാറും, സാക്രിഫൈസിങ് റേഷ്യോ ആയി മാറും. അപ്പോൾ പ്രീമിയം ഓഫ് ഗുഡ് വിൽ ഇവിടെ 5,000 ആണ്. 5,000 1:1 ഡിവൈഡ് ചെയ്യുമ്പോൾ 2,500 വെച്ചിട്ട് ഒരാൾക്ക് കിട്ടും. എങ്ങനെയാ, 5,000 into 1/2 അല്ലേ, 2,500. 5,000 into സെക്കൻഡ് ആൾക്കും 1/2, 2,500. ഓക്കെ അല്ലേ, 1 + 1 2, അതാണ് ഇവിടെ 2 വന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. ഗുഡ് വില് സംഭവം കൊണ്ടുവന്ന ഗുഡ് വില് സ്വദേശും സ്വരാജും വിഡ്രോ ചെയ്തു. ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെബിറ്റ് സൈഡിലാണ് എഴുതണേ. ഗുഡ് വില് വിഡ്രോ ചെയ്താൽ ടു ക്യാഷ് എന്നാണ് എഴുതണേ. ഇത് ബൈ ഹാർട്ട് ചെയ്തോളണം. പാർട്ട്ണർ ഗുഡ് വില് വിഡ്രോ ചെയ്താൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടു ക്യാഷ് എന്ന് എഴുതി. സെയിം എമൗണ്ട് എത്രയാ, 2,500. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ആദ്യം സ്വദേശിന്റെ കോളം ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യാം. ഇപ്പൊ സ്വദേശിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തപ്പോ 7475 കിട്ടി. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 2,500 ആണ്. അപ്പൊ അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കുറവ് എവിടെയാണോ അവിടെയാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതണേ. 7475 2,500 മൈനസ് ചെയ്യുമ്പോൾ 67,975 കിട്ടും.
അപ്പോൾ സ്വരാജിന്റെ ബാലൻസ് ചെയ്തപ്പോ 50,475 രണ്ട് സ്ഥലത്ത് എഴുതി, ഇവിടെയാണ് കുറവ്. അപ്പൊ അത് 2,500 മൈനസ് ചെയ്തപ്പോ 47,975. സംഭവിന്റെ 20,000. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് ബാലൻസ് ഷീറ്റിലോട്ട് പോവാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് എന്തെങ്കിലും അസറ്റ്സിനും ലയബിലിറ്റിക്കും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ക്രെഡിറ്റേഴ്സിനെ എടുക്കാം. ക്രെഡിറ്റേഴ്സിനെ കുറിച്ചിട്ട് അഡീഷണൽ ഇൻഫർമേഷനിൽ ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ സെയിം എമൗണ്ട് തന്നെയാണ് എടുക്കുന്നത്, 50,000. വേരിയേഷൻ ഒന്നും ഇല്ലാത്തത് ആ സെയിം എമൗണ്ട് തന്നെ എഴുതണം. ബിൽസ് പേയബിൾ അടുത്തായിട്ട്. ബിൽസ് പേയബിളിനെ കുറിച്ചിട്ടും ക്വസ്റ്റ്യനിൽ ഇവിടെ അഡീഷണൽ ഇൻഫർമേഷനിൽ ഒന്നും പറയുന്നില്ല. അപ്പൊ സെയിം എമൗണ്ട് തന്നെ എഴുതാം, 15,000. നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 3,000 ഓൾറെഡി ബാലൻസ് ഷീറ്റിലുണ്ട്. പ്ലസ് നമ്മളുടെ ഇവിടെ അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണ്, 5,000. അപ്പൊ അതും കൂടി ആഡ് ചെയ്തു. അത് അൺറെക്കോർഡഡ് ആണ്, അപ്പൊ ഇൻക്രീസ് ആയി. അപ്പോൾ 8,000. നമുക്കത് ചെക്ക് ചെയ്യാം ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന്. റീവാലുവേഷനിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ബില്ല് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആയിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ആ എമൗണ്ട് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽസ്. ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 പേരുടെയും ക്യാപിറ്റൽ വരും. ഫസ്റ്റ് സ്വദേശ്. സ്വദേശിന്റെ ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയിട്ടാണ് എഴുതേണ്ടത്. അതിന്റെ ബാലൻസ് ക്യാരി ഡൗൺ ആണ്. എത്രയാണ്, 67,975. നെക്സ്റ്റ് സ്വരാജ്. സ്വരാജിന്റെ 47,975. നെക്സ്റ്റ് സംഭവ്. സംഭവിന്റെ 20,000. ഓക്കെ, ലയബിലിറ്റി സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അസറ്റ് സൈഡിലോട്ട് പോവാം. അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ 12,000 അടക്കുന്നുണ്ട്. പ്ലസ് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ അവിടെ ചെയ്യണം. പുതിയ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് ക്യാപിറ്റലും അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ലും കൊണ്ടുവന്നു. അത് ക്യാഷ് ഫോമിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അത് ആഡ് ആവും. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 കൊണ്ടുവന്നു, പ്ലസ് 5,000 ഗുഡ് വില്ലും കൊണ്ടുവന്നു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗുഡ് വില്ല് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. അപ്പൊ അത് മൈനസ് ചെയ്യണം. അപ്പൊ 5,000 മൈനസ് ചെയ്തു. അങ്ങനെ നെറ്റ് എമൗണ്ട് 32,000 ആയി. നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. അതിന് വേരിയേഷൻ ഒന്നുമില്ല, സെയിം എമൗണ്ട് തന്നെ. ഡെപ്റ്റേഴ്സ് ഇന്നറിൽ 20,000 മൈനസ് പ്രൊവിഷൻ എന്ന് പറയുന്നത് 500 ഓൾറെഡി പഴയതും. ഇപ്പൊ പുതിയൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ആയി, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് 500. അപ്പൊ ടോട്ടല് 1,000 വന്നു. അപ്പൊ 19,000. നെക്സ്റ്റ് സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വാല്യൂ റീവാല്യൂഡ് അറ്റെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ എഴുതേണ്ടത്, 23,000. നെക്സ്റ്റ് ഫേർണിച്ചർ. ഫേർണിച്ചർ ഓൾഡ് വാല്യൂ 10,000 ആണ്. അതിൽ നിന്ന് ഫേർണിച്ചർ 12.5% ഡിക്രീസ് ആയി, 1,250 ഡിക്രീസ് ആയി. 8,750 ആണ് ഫേർണിച്ചർ വരിക. നെക്സ്റ്റ് മെഷീനറി. ഡിക്രീസ് ആകുമ്പോൾ മൈനസ് ചെയ്യണം. മെഷീനറി 18,000 ആണ്. 18,000 നിന്ന് 2,000 കുറഞ്ഞു. അപ്പൊ ഡിക്രീസ് ആയി, അതും മൈനസ് ചെയ്തു, 16,000 വന്നു. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ ഇൻക്രീസ് ആയി. 73,500 നിന്ന് എത്ര ഇൻക്രീസ് ആയി? റീവാലുവേഷനിൽ നമുക്ക് നോക്കിയാൽ കിട്ടും. 14,700 ഇൻക്രീസ് ആയി. $82,200 ആണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ.
സോറി 88,200. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതി. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, നമ്മൾ പുതിയ എന്തെങ്കിലും അൺറെക്കോർഡഡ് ഐറ്റം ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ബില്ല് ഫോം ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫോം ചെയ്തിട്ടുണ്ട്, പ്രീപെയ്ഡ് ഇൻഷുറൻസും ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാ ഫോം ചെയ്തേക്കണേ, ഇൻവെസ്റ്റ്മെന്റും പ്രീപെയ്ഡ് ഇൻഷുറൻസും. അപ്പൊ ഇത് രണ്ടും അസറ്റ് ആണ്. ഓക്കെ, നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ ഇത് റെക്കോർഡ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് 2000, പ്രീപെയ്ഡ് ഇൻഷുറൻസ് 5000. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 2,08,950 വരും രണ്ട് സ്ഥലത്തും. ടോട്ടൽ ചെയ്ത് ഈക്വൽ ആയാൽ, ടാലി ആയാൽ നമ്മളുടെ പ്രോബ്ലം കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു അഡ്മിഷന്റെ ഒരു ബേസ് പ്രോബ്ലം. റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ട രീതി. അപ്പൊ ഇതെല്ലാവരും ഇത് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ബൈ ഹാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നോട്ടിൽ ആൻസർ ചെയ്യുക, ഡൗട്ടിന് വീഡിയോ റെഫർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ പ്രോബ്ലംസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.